ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കിണവൂരിന്റെ പ്രിയങ്കരിയായ കൗൺസിലറും നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീമതി സുരകുമാരിയാണ്. സ്വാഗതം മാഡം. നമ്മൾ എത്ര വീട് വെച്ച് കൊടുത്തിരിക്കും നമ്മുടെ ഈ കാലയളവിൽ? ദരിദ്രരും അതിദരിദ്രരും രണ്ട് ഘട്ടം. അതില് നമുക്ക് എത്ര പേരുണ്ട്? 35 പേർക്ക് വീടും സ്ഥലവും വാങ്ങിച്ചു കൊടുത്ത് ഈ 5 വർഷത്തിനകം ഒരു 20 പേർക്ക് ഈ ലൈഫ് പദ്ധതി വീതം വീട് വെക്കാനുള്ള ഇത് കൊടുത്ത്, മെയിൻ്റനൻസ് ഒരു 32ഓളം ആൾക്കാർക്ക് കൊടുത്ത്, മേൽക്കൂര ഒരു 8 പേർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് ഓട്ടോ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ഓട്ടോ ഒരു ഏറ്റവും പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കോർപ്പറേഷനിൽ നിന്ന് കൊടുത്തത് ഒരു ഓട്ടോ കൊടുത്തിട്ടുണ്ട്. മുട്ടക്കോഴി കോഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആട്. പിന്നെ അത് കഴിഞ്ഞ് കൃഷിഭവൻ വഴി വളർത്താൻ താല്പര്യം നമ്മുടെ വാർഡിലാണ് തീർച്ചയായിട്ടും വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പശുവിന്റെ തീറ്റ അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൃഷിഭവൻ വഴി സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ തൈകളും പിന്നെ ഇതിൻ്റെ പച്ചക്കറി തൈകളും വാഴക്കന്നുകളും എൻ്റെ വാർഡിൽ തന്നെ കൊണ്ടുവന്ന് സാംസ്കാരിക നിലയത്തിൽ വെച്ച് കുടുംബശ്രീയും ഞാനും കൂടെയാണ് എല്ലാ വീടുകളിലും എത്തിക്കുന്നത്. അത് റെസിഡൻസിൽ നമ്മൾ പിന്നെ ഇത് കൊടുക്കും, പിന്നെ വിളിച്ച് പറയും ഇന്ന ദിവസം ഇത്ര ദിവസം വരെ കൊടുക്കുമെന്ന് പറയും. അവർ വന്ന് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. കൃത്യമായിട്ട് ഈ 4 വർഷം കൊണ്ട് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇതെല്ലാ കാര്യങ്ങളും എത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരുപുറം പച്ചക്കറി എന്നുള്ള പരിപാടിയിൽ ഈ വരുന്ന ഓണത്തിന് കിണവൂർ വാർഡിൽ നിന്ന് ധാരാളം പച്ചക്കറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് കൊടുത്തു തുടങ്ങി. അതിൽ ഈ ജമന്തിപ്പൂ, നേരത്തെ ഒരു കൗൺസിലർ വന്നിട്ട് ഈ പൂവിന്റെ ഒരു കൃഷിയെ കുറിച്ച് കൃഷി ചെയ്യാനായിട്ട് ഞാൻ കുറെ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇപ്പൊ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അത് ബുദ്ധിമുട്ട്. അംഗനവാടി സ്വന്തമായിട്ട് 4 അംഗൻവാടിയുണ്ട്. 2 അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയാക്കി സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്തു. പിന്നെ ഒരു അംഗൻവാടിയിൽ വലിയൊരു പിന്നെ മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഹാള് പോലെ ചെയ്തു. പക്ഷെ ഇനി അതിൻ്റെ ബാക്കി ബാലൻസ് പണിയും കൂടെ ചെയ്യാനുണ്ട്. ഒരു അംഗൻവാടി പിന്നെ വേറൊരാളുടെ വസ്തുവിനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ അത് ഗവൺമെൻറ് കോർപ്പറേഷനിലോട്ട് അവർ എഴുതി കൊടുത്തില്ല. എങ്കിലും അവിടെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. അതിനോട് ചുറ്റും തന്നെ ഉള്ള ഒരു FWC അത് മെയിൻ്റനൻസ് ചെയ്ത് ഒരു പാർത്ഥസാരഥി ക്ലബ്ബ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മെയിൻ്റനൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലാഞ്ചിറ വലിയ കുളത്തിൻ്റെ അവിടെ ഒരു പിന്നെ എത്രയോ വർഷം കൊണ്ട് കാട് കയറി കിടന്ന ഒരു പിന്നെ കുളത്തിന് ഞാൻ പറഞ്ഞില്ല, ഈ വനിതകളും 1-2 പിന്നെ റെസിഡൻസിൻ്റെ ആൾക്കാരും എൻ്റെ പാർട്ടിയിലുള്ള ആ ബ്രാഞ്ചിലുള്ള അരുണെന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്മാർട്ട് സിറ്റിയുടെ ഒരു ഇതുണ്ടായിരുന്നു. 9,000 രൂപ നമുക്ക് തന്നിട്ട് പിന്നെ ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളാം. പാർക്ക് നന്നാക്കുകയോ പെയിൻ്റ് അടിക്കുകയോ ബസ് സ്റ്റോപ്പ് നന്നാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നു. അപ്പം ഞാൻ കരുതി ഈ കുളത്തിനെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. പക്ഷെ എനിക്ക് ചെന്ന് പെട്ടപ്പോഴാണ് അറിഞ്ഞത് അതിനകത്ത് ഇത്ര 20-30 ലോഡ് വേസ്റ്റ് അതിനകത്ത് കിടക്കുന്നത്. എങ്കിലും ചന്തയിലുള്ള വേസ്റ്റ് ഇല്ല, കാട് കയറി കംപ്ലീറ്റ് ഇത് കിടന്നു. അപ്പം ഞങ്ങൾ തുടങ്ങിയപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് മുഴിപ്പിക്കൂല, നിങ്ങൾ പകുതിയിൽ ഇട്ടിട്ട് പോകും, വെറുതെ നാണം കെടാതെ ഇട്ടിട്ട് പോകും. അപ്പം എനിക്ക് വാശിയായി. അപ്പം ഞാൻ വിചാരിച്ച് അതങ്ങനെ വിട്ടാൽ കൊള്ളൂല. വനിതകളാണ് ടയറിൽ കയറി ഇതത്രയും കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നല്ല ഇതാക്കി. 9-ാം തീയതി എല്ലാവരും ഉദ്ഘാടനമായിരുന്നു. ഞങ്ങൾ കൃത്യസമയത്ത് ഉദ്ഘാടനവും ചെയ്ത് രാത്രിയും പകലും ഇല്ലാതെ. ഞങ്ങളുടെ ഈ ഇത് കണ്ടുകൊണ്ട് ലയൺസ് ക്ലബ്ബുകാർ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ബെഞ്ച് ഇട്ട് തരുമെന്ന് ചോദിച്ചു. 12 ബെഞ്ചും 6 സോളാർ ലൈറ്റും കുട്ടികൾക്ക് പാർക്കിൽ ഇടാനായിട്ടുള്ള 1-2 കളിക്കോപ്പുകളും തന്നു. പാർക്കിൻ്റെ പണി ഇപ്പോൾ ഒരാഴ്ചക്കകം തുടങ്ങും. അതിനുള്ള ഫണ്ട് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അത് ചെയ്യണമെന്ന്. അപ്പം അംഗൻവാടിയുടെ സൈഡിൽ നിന്ന് മതിൽ കെട്ടിയിട്ട് അകത്തോട്ട് കയറാനായിട്ടുള്ള ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്. പക്ഷെ പുറമേ ഉള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാം. EK9R കുളം നീറ്റാക്കി 4,500 മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഇപ്പം പിടിച്ച് വിൽക്കും. അത് നമുക്ക് കിട്ടുമോ? ആർക്ക് വേണമെങ്കിലും ആര് വന്ന് വാങ്ങിച്ചാലും. പക്ഷെ അതിൽ ഒരു പൈസ പോലും
പുറത്ത് കൊടുക്കാതെ ഞങ്ങൾക്ക് ആ പാർക്ക് ശരിയാക്കി എടുക്കണം, ഓപ്പൺ സ്റ്റേജും ചെയ്യണം. ഓപ്പൺ സ്റ്റേജ് ചെയ്യണമെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. മാസത്തിൽ ഒരിക്കൽ ആൾക്കാരെ, ഈ രോഗികളായിട്ട് ഈ അമ്മമാരുണ്ടല്ലോ, വയസ്സായ അമ്മമാരെ വീട്ടിൽ ആക്കിയിട്ട് പലരും പിന്നെ ജോലിക്ക് പോവുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ട് കളയും. പിന്നെ അതല്ലെങ്കിൽ അവർ ഒഴിവാക്കാൻ നോക്കും. അങ്ങനെയുള്ള അമ്മമാരെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് മാസത്തിൽ ഒരിക്കൽ BP, ഷുഗർ ഇതെല്ലാം നോക്കിയിട്ട് ഒരു കസേരക്കളി, പിന്നെ അവരെ ചിരിപ്പിച്ച് ഞങ്ങൾ ഇത് ചെയ്യാറുണ്ട്. ഈ പിന്നെ ഇതിൻ്റെ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, മേഖലാ മീറ്റിങ്ങിന് ഞങ്ങൾ ഇതുപോലെ അമ്മമാരെ വർഷത്തിൽ ഒരിക്കൽ വരുത്തിയിട്ട് ഇതുപോലെയുള്ള മത്സരങ്ങൾ വെക്കും. അവരെ ചിരിപ്പിച്ച് അവസാനം അവർ എണീറ്റ് ഓട്ടം തുടങ്ങും. ആ രീതി വരെ ആവണ രീതി വരെ ഇത് ചെയ്യും. ഇതുപോലെ നമുക്ക് മാത്രമേ ഉള്ളൂ, അച്ഛന്മാരില്ല. ഇല്ല, അമ്മമാരെ വരുത്തിയിട്ടുണ്ട്. അച്ഛന്മാര് പുറത്തുനിന്ന് ഇറങ്ങാറില്ലല്ലോ ഒരു കാര്യത്തിന്. അങ്ങനല്ല, തീരെ വയസ്സായ അച്ഛന്മാരുണ്ടല്ലോ, അമ്മമാർക്ക് വരാൻ പറ്റില്ല. ഇതിപ്പം കുടുംബശ്രീയുടെ മേഖലാ മീറ്റിംഗ് ആവുമ്പോഴും അവരെ വരുത്താൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ, ഇതിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും, വയസ്സായ എല്ലാവരെയും നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇനി മാസങ്ങളേ ഉള്ളൂ, അത് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത്രയും ഫണ്ട് കോർപ്പറേഷനിൽ നിന്ന് തരാനായിട്ട് പറ്റൂല. അത് അറിയാന്നുള്ളൊരു കാര്യമാണ്. ഇതുവരെ നമ്മൾ എത്ര കോടി മുടക്കിയിട്ടുണ്ട്? നഗരസഭയിൽ നിന്ന് എത്ര കോടി നമ്മൾ മുടക്കിയിട്ടുണ്ട്? കോടി പറഞ്ഞ് അത് പറയൂ, ധൈര്യമായിട്ട്. എല്ലാവർക്കും എല്ലാ വർഷവും 80 ലക്ഷം രൂപ വീതമാണ് കൊടുക്കുന്നത്. പക്ഷേ MLA കോടി എല്ലാ വർഷവും 2 കോടി വീതം തരാറുണ്ട് എനിക്ക്, എൻ്റെ വാർഡിന് മാത്രം. ഇത് കൂടാതെ അഡീഷണലായിട്ട് ഞങ്ങളുടെ വാർഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് മേയർക്ക് എഴുതി കൊടുക്കാൻ നേരത്ത് അഡീഷണൽ ഓടകൾ ചെയ്ത് അതുപോലെ ഡേഞ്ചറായിട്ടുള്ള വെള്ളപ്പൊക്കമുള്ള ആ ഭാഗം ഓൺ ഫണ്ടിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ എനിക്ക് ഓൺ ഫണ്ടിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും കോർപ്പറേഷൻ്റെയും MLAയുടെ ഒരു സഹായം കൊണ്ടാണ് ഈ ഇത്രയും നമുക്ക് കണ്ണൂർ വാർഡിനെ ഏകദേശം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട്. MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് കാര്യങ്ങൾ അറിയാൻ പുള്ളിക്ക് മുൻ മേയറായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ നമ്മൾ ബോർഡുകൾ നഗരസഭയിൽ കാണാറുണ്ട്. എത്ര അപ്പീൽക്കാർ വന്നിട്ടുണ്ട്? വരുമ്പോഴെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ്? ഞാൻ ആദ്യം ഇതിനെപ്പറ്റി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സോണലുണ്ട്. ആ 10 സോണലിൽ എനിക്ക് വട്ടൂർക്കാവ് സോണൽ മാത്രമാണ് ചാർജ് ഉള്ളത്. പക്ഷെ ഞാൻ 10 സോണലിലും പോയി വിസിറ്റ് ചെയ്തു. അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സ്റ്റാഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നികുതി അടയ്ക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഹെൽത്തിൻ്റെതും എഞ്ചിനീയറിംഗ് സെക്ഷനിലും എല്ലായിടത്തും പോയിടത്തെല്ലാം ഞാൻ അത് തിരക്കി. പക്ഷേ എൻ്റെ ഓരോ ഭാഗത്തും ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി 50% കൂടുതൽ എവിടെയെങ്കിലും നികുതി അടയ്ക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ 1-2 ഇൻസ്റ്റിറ്റ്യൂഷനും സ്കൂളുകളെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നോട്ടീസ് കൊടുത്തിട്ട് കഴിയുന്നതും വേഗം അത് അവരെ കൊണ്ട് അടപ്പിക്കാൻ നോക്കുക. കൂടാതെ എല്ലാ റെസിഡൻസ് ബേസിലും ഈ ഓരോ ക്യാമ്പുകൾ വെച്ചിട്ട് വീടുകളിൽ നിന്നുള്ള ഇതിൻ്റെ ടാക്സ് കളക്ട് ചെയ്യുക. അങ്ങനെ എന്തുകൊണ്ടായാലും ഈ കുറച്ച് കാലയളവിൽ ഞാൻ കയറിയതിൽ വെച്ച് ഏകദേശം ഞാൻ ഒരാഴ്ചത്തെ സമയം അവർക്ക് കൊടുത്ത് അവരുടെ അടുത്ത് ചോദിച്ചു, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ആഴ്ച തരാം, ഞാൻ ഫോളോ അപ്പിന് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ ആരും ഇങ്ങനെ വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനാണ് ആദ്യമായിട്ടും അവിടെ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയെന്ന് പറഞ്ഞു. എനിക്ക് ചാർജുള്ള വട്ടൂർക്കാവിൽ ഞാൻ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്തു, കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്തു. അത് കൂടാതെ ആ സ്റ്റാഫുകളുമായിട്ട് ചർച്ച ചെയ്തത് കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വെച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തു. എന്താണെന്നുള്ളത് ഫാൾട്ട് കണ്ടുപിടിച്ചു. ആ കാര്യങ്ങൾ സൂപ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വരാൻ പറഞ്ഞ് സൂപ്രണ്ടും ഞാനും കൂടെ പോയി സെക്രട്ടറിയെ കണ്ട് അവിടെ എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് റിക്വസ്റ്റ് എഴുതി എൻ്റെ ഒരു ലെറ്ററും കൂടെ വെച്ച് സെക്രട്ടറിയെ ഏൽപ്പിച്ചു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ സോൾവ് ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ
ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. Hello, I'm Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, കിടവൂർ വാർഡിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ വാർഡിനെ കുറിച്ചുള്ള കുറേ വികസനങ്ങളെ കാര്യങ്ങൾ മാഡം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും കൂടുതൽ വികസനങ്ങൾ ആവശ്യമുണ്ടോ? സംസാരിച്ചോളൂ സാർ. സംസാരിച്ചോ എന്തെങ്കിലും? ഹലോ, കിണവൂർ വാർഡിൽ ഇനി കൂടുതൽ വികസനങ്ങൾ എന്തൊക്കെയാണ് സാർ? ആ കിണവൂർ വാർഡിനെ സംബന്ധിച്ച് അതെ അതെ കിണവൂർ വാർഡിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ഞങ്ങളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു കൗൺസിലർ ഞങ്ങൾക്കുണ്ട്, ശ്രീമതി സുരകുമാരി. ഞങ്ങളുടെ റോഡുകൾ അല്ലെങ്കിൽ വഴിവിളക്കുകൾ ഒക്കെ വളരെയേറെ ശ്രദ്ധയോടുകൂടി ഈ കാര്യത്തെ പരിപാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ഗതാഗത യോഗ്യമല്ലാതിരുന്ന കുരിശടി കുശവർക്കൽ റോഡ് ഏറ്റവും ഭംഗിയായി താറിട്ട് സഞ്ചാരയോഗ്യമാക്കി എന്ന് മാത്രമല്ല അതിമനോഹരമാക്കി തന്നു ഞങ്ങളുടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ഞങ്ങളുടെ MLA, പ്രിയപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ഞങ്ങളുടെ MLAയും ഈ കാര്യത്തിൽ വളരെ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതേപോലെ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ല വായനശാല വാസ്തവത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് സാംസ്കാരിക നിലയമാക്കി മാറ്റി പല പരിപാടികളിലേക്ക് അത് വ്യാപിപ്പിക്കുമ്പോ വായനശാലയുടെ സ്വത്വം നഷ്ടപ്പെടരുത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് പഴയതുകൊണ്ടൊരു വായനശാല വേണമെന്നില്ല, മറിച്ച് നമ്മുടെ 1-2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ വായനാ സൗകര്യം വികസിപ്പിച്ച് എടുക്കാനുള്ള പരിപാടികൾ ആരംഭിക്കുന്നത് നന്നായിരിക്കും. നാലാഞ്ചിറയുടെ വികസനത്തെ കുറിച്ച് ഒരു പദ്ധതി MLAക്കും അതുപോലെ കൗൺസിലർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യുമ്പോൾ ഒരു വായനശാല, ഒരു വായനക്കുള്ള ഇടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് സായാഹ്നങ്ങളിൽ വന്നിരുന്ന് വായിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി എടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ സംതൃപ്തനാണ്. അങ്ങയുടെ പേര് കാരണം ചിലര് ഞങ്ങൾ പറയുന്ന അങ്ങയുടെ പേര് അങ്ങ് തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്കത് കേൾക്കാൻ വരും.
എന്റെ പേര് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഓക്കെ, ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിന്റെ ഒരു നിർദ്ദേശമാണ്. കാരണം വായന എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് സാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വായനയ്ക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഇവിടെ വേണം. അതാണ് ഞാൻ അതെനിക്ക് അതിന്റെ ഒരു നല്ലൊരു സംഭവമാണ്. പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ വ്യായാമവും കാര്യങ്ങളും അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനോടൊപ്പം വായന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും മാനസികമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യത്തോടൊപ്പം അത് അതിപ്രധാനമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പുതിയ തലമുറയുടെ ആരോഗ്യ വികസനത്തിനും മാനസിക വികസനത്തിനും ഒരുപോലെ ഊന്നുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. മാത്രമല്ല, നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കാൻ ഉള്ളൊരു ഇടം മുതിർന്നവർ ഉണ്ടാക്കി കൊടുക്കണം. മുതിർന്നവർ അനുസരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മുതിർന്നവർ പുതിയ തലമുറയ്ക്ക് വായിക്കാനുള്ള ഇടവും വായിക്കാനുള്ള പുസ്തകങ്ങളും ഏർപ്പാടാക്കി കൊടുക്കുക എന്നുള്ളത് മുതിർന്നവരെ കടമയാണ്. കുട്ടികളും തെരഞ്ഞെടുത്ത് വായിച്ചവർ വലുതാവട്ടെ. നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ അല്ല. അങ്ങനെ വളർന്ന് ശാന്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാർ, നമുക്ക് തീർച്ചയായിട്ടും ആ കാര്യം തീരുമാനത്തിലെടുക്കാം. കാരണം നമുക്ക് സാംസ്കാരിക നിലയത്തിലുള്ള വായനശാല നശിച്ചു പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരാളെ അവിടെ ചാർജ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ജയൻ എന്നുള്ളത്. പക്ഷേ തുറക്കുന്ന കാര്യത്തിലും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കാര്യത്തിലും ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നല്ല ക്ലിയറാക്കി നമുക്ക് നല്ല പുസ്തകങ്ങൾ അവിടെ വെച്ചു പത്രങ്ങളും വരുത്തി നമുക്കത് നല്ല രീതിയിൽ ഞാൻ ഇറങ്ങി പോകുന്നതിന് മുന്നേ സാറിന് ഞാൻ തരുന്നൊരു വാക്കാണ്. നമുക്ക് എന്തായാലും ആ വായനശാല നല്ല രീതിയിലാക്കിയെടുക്കാം. സാർ എനിക്ക് കുറേ ബുക്ക് തരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയോട് കൂടി ആ വായനശാല നല്ല രീതിയിലാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് ലൈറ്റൊക്കെ ശരിയാക്കി. ഇനി അത് തുറക്കുന്നതിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇതേ ഉള്ളൂ. കുറച്ച് പുസ്തകങ്ങളും കൂടെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു പോവാം. പിന്നെ എനിക്ക് സാറിനെ കുറിച്ച് കുരിശ്ശടി ജംഗ്ഷൻ അല്ലെങ്കിൽ പള്ളിയുടെ നമ്മുടെ അവിടെ നിന്നുള്ള പഴയ റോഡ് കൂടെ ചന്തയുടെ ഭാഗത്തേക്ക് പോകുന്ന പഴയ റോഡ് കുറച്ചുകൂടി ഒരു അല്ല, അത് എല്ലാം ആക്കിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എടുത്ത് അടുത്ത പണി ഉടനെ തന്നെ ആരംഭിക്കും. കാരണം നമ്മൾ പൈപ്പ് അവിടെ പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ബഡ്ജറ്റിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഈ റോഡിൻ്റെത് ഫണ്ട് പാസ്സായിട്ടുണ്ട്. അത് പാസ്സാക്കി എടുത്ത് അത് കോൺട്രാക്ട് എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ അത് നമ്മൾ ചെയ്യാം. പിന്നെ എനിക്ക് സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എന്തൊക്കെ ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു അഡ്വൈസ് തരുന്ന ഒരു സാറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ പള്ളിക്കാർ ഈ സ്ഥലം വിട്ട് ഈ റോഡ് വീതിയാക്കാനായിട്ട് ആ മലങ്കര പള്ളിയിലുള്ളവരെ എല്ലാ സപ്പോർട്ടും സാറും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഗ്രൂപ്പിലെ ഞാനത് മാറ്റി കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും ഔദാര്യപൂർവ്വം പള്ളിക്കാർ ചെയ്തു. ഒപ്പം അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു, എംഎൽഎക്ക് സാധിച്ചു, മെമ്പർക്ക് സാധിച്ചു. അത് എനിക്കത് ഏറ്റവും അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 3 പോസ്റ്റ് 3 ലക്ഷം രൂപ ചെലവാക്കി അവർ മാറ്റിയത് കാരണം നമുക്ക് അവിടെ വീതി കിട്ടി, സ്ഥലം വിട്ടു തന്നു. അതൊക്കെ നല്ലൊരു കാര്യം തന്നെ. ഇതിലും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ ഒരു അമ്മയും മോനും അവർക്ക് വീടോ സ്ഥലമോ വീടില്ലാതെ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണിയും കൊണ്ട്. പക്ഷെ നിങ്ങളുടെ ആ പള്ളിക്കാരുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സഹായം കൊണ്ട് മാത്രമാണ് അവർക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചത്. ഞാൻ ഒരുപാട് ഓടി, NGO യൂണിയൻ്റെ വർക്ക് എല്ലാം ഒരുപാട് ഓടി. പക്ഷേ എന്നിട്ട് ആ സമയത്തൊന്നും നമുക്ക് അവർക്ക് ഒന്നും സഹായിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് തീരാത്ത ഒരു കടപ്പാടെന്ന് പറയുന്നത് അതാണ് ഏറ്റവും എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്തു തന്നത് ആ വീട്ടുകാർക്ക് ഒരു വീട് വെച്ച് കൊടുത്ത് ആ അമ്മയ്ക്ക് അതിലെനിക്ക് എന്നും കടപ്പാടുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് സാറിന് നന്ദി പറയുന്നു. ഒരു കാര്യം ചേർത്ത് ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എന്റെ വീട്ടിലേക്ക് തിരിയാൻ പോയിട്ടല്ല, അവിടെ ഒരു വലിയൊരു പോസ്റ്റ് നമ്മൾ വീതി കൂട്ടിയപ്പോ അതിന്റെ നടുക്ക് നിൽക്കുന്നുണ്ട്. അത് മാറ്റാം. ആ 16ാമത്തെ വീടിന്റെ തിരിയുമ്പോഴേ അവിടെ റോഡിന്റെ നമ്മൾ ഇത്രയും സൗകര്യം ചെയ്തപ്പോഴത്തേക്ക് ആ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റി ഇടാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പട്ടികൾക്ക് പോകാൻ സാധിക്കും. ഇത് വലിയ കുറച്ചൊരു സ്വാഭാവികമായിട്ട് വന്നതാണ്. റോഡ് വികസിപ്പിച്ച് വന്നപ്പോ പോസ്റ്റ് റോഡിന് നടുക്കിലായിപ്പോയി ആ ഒരു പോസ്റ്റ്.
നമ്മളൊരു 4 എണ്ണം, ഏകദേശം ഒരു 4 എണ്ണം മാറ്റി എങ്കിലും ഇത് ഞാൻ എഴുതി കൊടുത്ത് കഴിയുന്നത് വേഗം മാറ്റാം. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ എത്ര അപ്പീലുകൾ മാഡത്തിന്റെ ഫീൽഡ്? കാരണം ഒരുപാട് അപ്പീൽസ് ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? എങ്ങനെ കൈകാര്യം? നമുക്ക് RO ഉണ്ട്, ഒരു അനിൽകുമാർ എന്നുള്ള ഒരു സാറുണ്ട്. ഞാനും സാറും കൂടെ ആ ഫയൽ വരുന്നത് നമ്മളത് പഠിക്കാറുണ്ട്. അത് വായിച്ചിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു. ചിലത് കോടതിപരമായിട്ടുള്ള ചില ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ശരിക്കും ആ കോടതി വിധി വന്നതിന് ശേഷം നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫയലുകൾ നമ്മൾ മാറ്റിവെക്കും. അതല്ല ഈ ചില കാര്യങ്ങളിൽ അത് ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് അവിടെ തന്നെ സോൾവ് ചെയ്യാനുള്ളത് സോൾവ് ചെയ്തു പോകും. പക്ഷേ സത്യസന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. എമൗണ്ട് കൂടി പോകുന്നത് അങ്ങനെയൊക്കെയല്ലേ വരുന്നത്? എമൗണ്ട് ചില ആൾക്കാർ ഈ വീട് വെക്കുന്ന സമയത്ത് ഈ കൂടുതൽ ഏരിയകൾ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ അത് പിന്നെ പ്ലാൻ വരച്ചിട്ട് അതിൻ്റെ നികുതി വീണ്ടും അത് ഇട്ട് അത് എന്താണെന്നുള്ളത് അത് സോൾവ് ചെയ്ത് അത് പോകുന്നുണ്ട്. അപ്പോൾ ഫയലുകളൊന്നും പെൻഡിങ് അല്ല, അന്നുള്ള അപ്ഡേറ്റ് ആക്കി നമ്മൾ എല്ലാ മാസവും കമ്മിറ്റി വെക്കാറുണ്ട്. കമ്മിറ്റിയിൽ എല്ലാവരും വിളിച്ചിട്ട് കമ്മിറ്റി കൂടുന്നുണ്ട്. അതിനുള്ള എന്താണെന്നുള്ള അതിൻ്റെ റിപ്പോർട്ട് റെഡിയാക്കി നമ്മൾ ഫയലിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്ഡേറ്റാണ്. ഞാൻ വന്നതിന് ശേഷം ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. പ്രത്യേകം ഫയൽ വെച്ചിട്ടുണ്ട്. കൊടുക്കുന്ന കോപ്പികൾ ഞാൻ ഫയലിൽ സൂക്ഷിച്ചു വെച്ചു. ഈ അപ്പീൽക്കാര് ചെയർമാൻ പറയുമ്പോഴത്തേക്ക് 5 വർഷം ഓരോരുത്തരാണ് വരുന്നത് അല്ലേ? ഇതിപ്പം ഘടകകക്ഷിയൊക്കെ വേണ്ടി 4 പേർക്ക് ഇങ്ങനെ ഭാഗിച്ചു വെച്ചതാണ് എനിക്ക് കിട്ടിയത് ലാസ്റ്റ്. അപ്പോൾ നഗരസഭയിലെ ഈ കൗൺസിലറുടെ പണിയാണോ സുഖം, ഇതാണോ സുഖം? ഈ അപ്പീൽക്കാര് ഒരുപാട് ടെൻഷൻ ഉള്ള ഒരു പണിയല്ല. ഇല്ല അതൊന്നും ഇല്ല. നമുക്കത് നേരത്തെ പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങനെ ഒരു ജോലിയും അങ്ങനെ സത്യം ഞാൻ അങ്ങനെ ക്രെഡിറ്റ് അടിക്കണതല്ല. എന്ത് ജോലി തന്നാലും എനിക്കത് ചെയ്യാൻ പണ്ട് മുതൽ. ഞാൻ ഫസ്റ്റിൽ മലപ്പുറത്താണ് ഞാൻ വർക്കിന് പോയത്. ആ സമയത്ത് എനിക്ക് വെറും 700 രൂപയാണ് ശമ്പളം കിട്ടിയത്. അതെനിക്ക് പറയണതിന് ഒരു നാണക്കേടുമില്ല. ആ സമയത്ത് എനിക്ക് IPP ഇന്ത്യൻ പോപ്പുലേഷൻ പ്രോജക്റ്റ് അവരാണ് എനിക്കൊരു ട്രെയിനിങ്ങിന് വിട്ടത്. ഞങ്ങൾ കയറിയ സമയമാണ് ട്രെയിനിങ്ങിൽ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം സോൾവ് ചെയ്യണമെന്ന് എന്ത് വർക്ക് ചെയ്താലും നമുക്കിപ്പോൾ ഒരു വർക്ക് തരാൻ നേരത്തെ അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ ചില എന്ന് പറഞ്ഞ് നമ്മൾ മടിച്ച് നിൽക്കരുത്. നമുക്ക് മാക്സിമം അത് ചെയ്യാൻ പറ്റണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് കാര്യവും വളരെ സത്യസന്ധമായിട്ടും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് മറ്റുള്ള ജനങ്ങളുടെ അവരെ സ്പന്ദനം നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമുക്ക് അവരെ കാര്യങ്ങൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്. മാഡത്തിൻ്റെ വീട്ടിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ കൊള്ളാം. ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ്? എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു. ഹസ്ബൻഡ് മരിച്ചുപോയി. 14 വർഷമായി. എൻ്റെ മൂത്ത മോൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായി. പക്ഷേ ഇതുവരെയും അവന് PSC ആയിട്ടില്ല. അവൻ സാനിറ്ററി ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് BSc നഴ്സിങ്ങിന് പോയി. അത് ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഞാനും മോളും മാത്രം ആയതുകൊണ്ട് അവൻ ഇപ്പോൾ ആ പഠിത്തം മതിയാക്കിയിട്ട് വന്നിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ വർക്ക് ചെയ്യണം. മരുമകൾ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിച്ചു, ഫാർമസി പഠിപ്പിച്ചു. ഇപ്പോൾ ഫാർമസിസ്റ്റായിട്ട് SCT ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു കുഞ്ഞുണ്ട്. മോൻ ആര്യയിൽ പഠിക്കുന്നു, 1ലാണ് പഠിക്കുന്നത്. പിന്നെ എനിക്കൊരു മോളുണ്ട്. മോള് പേര് പൂജ. അവൾ ഫോറൻസിക് ക്രിമിനോളജി BScക്ക് മംഗലാപുരത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം PG ചെയ്യുന്നുണ്ട്. അതിൽ അവരെ കോളേജിൽ 5 പേർക്കാണ് അതിൻ്റെ സെലക്ഷൻ കിട്ടിയത്. ലവ്ലി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് എവിടെയാണത്? അത് പഞ്ചാബിലെ. PGയുടെ റിസൾട്ട് ഇന്നലെ വന്നു. അതിൽ 84% മാർക്കുണ്ട്. ഇനി സെക്കൻഡ് ഇയർ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പും കൂടെ ചെയ്യണം. അത് കഴിഞ്ഞ് അവളെ പഠിത്തം കഴിഞ്ഞു. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Partha's. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംപാഗ്രോ. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംപാഗ്രോ. ടിംപാഗ്രോ, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങളും ചർച്ച ചെയ്തു. അപ്പോൾ ഇനി ഇപ്പം ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ വികസനങ്ങളൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിർത്താം. അത് ഏരിയയിൽ ഹെൽത്തിൻ്റെ പറയുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും MCF വെച്ചിട്ടുണ്ട്. അതായത് ഈ ഹരിതകർമ്മ, എനിക്ക് എൻ്റെ വാർഡിൽ 13 ഹരിതകർമ്മയുടെ സ്റ്റാഫുണ്ട്. അവർ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗത്ത് MCF വെച്ചിട്ടുണ്ട്. പിന്നെ കരിയില സംഭരണി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത MCFനകത്താണ് ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് സെഗ്രിഗേഷൻ ചെയ്ത് അത് വേർതിരിച്ച് പ്ലാസ്റ്റിക് പിന്നെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് വണ്ടിയിൽ കയറ്റി അയക്കുന്നതും ആ ഭാഗത്തു നിന്നാണ്. പക്ഷേ നല്ലൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയകുമാറിൻ്റെ പിന്നെ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഹരിതകർമ്മയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് ഡ്യൂട്ടി ഓരോ കാര്യങ്ങൾ ഓരോ ദിവസത്തത് പറഞ്ഞ് അങ്ങനെയാണ് അവിടെയുള്ള ഹരിതകർമ്മയുടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതായിരുന്നാലും മാസത്തിൽ ഒരിക്കൽ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിനും ക്യാമ്പ് നടത്തുന്നത് അതെല്ലാം നമ്മൾ ടെക്നിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ എല്ലാ വാർഡിലും പോലെയല്ല, നമ്മുടെ വാർഡിൽ പിന്നെ കൗൺസിലറായിട്ട് അവർ ചർച്ച ചെയ്ത ശേഷം മാത്രമേ കാര്യങ്ങൾ നീക്കാറുള്ളൂ. ഹരിതകർമ്മയുടെ മീറ്റിംഗ് എല്ലാ മാസവും വെക്കാറുണ്ട്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്താണ് നല്ല രീതിയിലാണ് ഹരിതകർമ്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നെ ഹെൽത്തിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയങ്ങളിൽ ചെന്ന് പറയുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം നല്ല ക്ലിയറാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. ഒരു പിന്നെ 43 കുടുംബശ്രീകളുണ്ട്. മേഖലാ മീറ്റിംഗ് എല്ലാ മാസവും ഞങ്ങളുടെ അവിടെ വെച്ച് സാംസ്കാരിക നിലയത്തിൽ വെച്ച് കൂടാറുണ്ട്. കോർപ്പറേഷനിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പറയുകയും
അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുകയും ഞങ്ങൾ വാർഡിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ച ചെയ്തു മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതും സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം ആയതുകൊണ്ട് 1-2 മഴക്കുഴികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വാർഡിൻ്റെ ഏകദേശം കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അത് പിന്നെ അവിടെ മൃഗാശുപത്രി നമ്മുടെ വാർഡിലാണ് ഇരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ വാർഡിൽ യാതൊരു ആനുകൂല്യം അവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വരുന്നത് കുടപ്പനക്കുന്നാണ് വരുന്ന മൃഗാശുപത്രിയിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ മണ്ണന്തലയും നാലാഞ്ചിറ അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള കാര്യങ്ങളാണ് അവിടെയുള്ള ആൾക്കാർക്കാണ് ഈ ഇവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഞാനതൊന്നും നോക്കാറില്ല. ആ മൃഗാശുപത്രിയും ഞാനിപ്പോൾ മെയിൻ്റനൻസ് ചെയ്ത് വലിയൊരു ഹാൾ അതിൻ്റെ മുകളിൽ ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് മറച്ച് നല്ല രീതിയിൽ ബാക്കി ചോർച്ചയൊക്കെ ഉള്ളത് മെയിൻ്റനൻസ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ ചെട്ടിവിളാകത്തിൻ്റെ പേരാണെങ്കിൽ എൻ്റെ വാർഡിലാണ് ഇരിക്കുന്നത് എങ്കിലും അവിടെയും എല്ലാം മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു. അവിടെ ഇപ്പോൾ യോഗ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതുമല്ല പിന്നെ NCD എന്ന് വെച്ചാൽ മറ്റേ ഈ BP ഷുഗർ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അസ്ഥിയുടെ തേയ്മാനം ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പുകൾ പിന്നെ രൂപീകരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ച് പിന്നെ റെസിഡൻസുകാരെയും ചുറ്റുപാടുള്ള ആൾക്കാരെയും അവിടെ വരുന്ന OPയിൽ വരുന്ന രോഗികളെ ഇരുത്തിയിട്ട് ഓരോ ക്യാമ്പുകൾ നടത്താറുണ്ട്, അവർക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ ചെയ്യുന്നു. ഇപ്പോൾ യോഗയുടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു 40-50ഓളം ആൾക്കാർ യോഗ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏരിയയിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. എനിക്കിനി ആ ചന്തയുടെ പണി ബാക്കി ഉണ്ട്. അത് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാർഡിലെ ഏകദേശം കാര്യങ്ങൾ തീർന്നു. അത് മേയർ ഉടനെ തന്നെ പിന്നെ ഒരു നിർമ്മാണ ഉദ്ഘാടനത്തോടു കൂടി അത് പണി തുടങ്ങും. ബാക്കി എല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ്. കാരണം ഇപ്പം മഴയായതുകൊണ്ട് ഈ അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് ഈ റോഡിൻ്റെ സൈഡിലാണ് ഇരുത്തേണ്ടത്. അതുകൊണ്ടാണ് വലിയ സ്പീഡാക്കാത്തത്. മഴ ഒന്ന് തോർന്ന ഉടൻ തന്നെ കാര്യങ്ങൾ അതും ചെയ്ത് തുടങ്ങും. എന്തായാലും ഞങ്ങളോട് കിണവൂർ വാർഡിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഒപ്പം നഗരസഭയുടെ നികുതി അപ്പീൽ കാര്യത്തെക്കുറിച്ചുള്ള വിഷയങ്ങളും ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉൾപ്പെടെയുള്ള വിളിച്ച വിഷയങ്ങളെല്ലാം കൂടെ വായി നമുക്കൊരു ഏകദേശം രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും തുടർന്നും ജനങ്ങളെ സേവിക്കുവാൻ ഈ നഴ്സമ്മയ്ക്ക് എന്ന് തന്നെ പറയാം അല്ലേ, നഴ്സമ്മയ്ക്ക് തുടർന്നും ജനങ്ങളെ സേവിക്കാനുള്ള ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി മാഡം. താങ്ക് യു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.